വെക്കേഷനൊക്കെ അല്ലേ, ഒരു ഹെവി ലഞ്ച് കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു അറബിക് വിഭവമുണ്ട്. അതാണ് ഇനി പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഒരു മന്തി ലവറാണോ? അങ്ങനെയാണെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഇന്ന് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. മന്തിയിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് സുറുബിയൻ മന്തിയാണ്. എന്താണ് പ്രത്യേകത എന്നല്ലേ, കാണാം. അറേബ്യൻ വിഭവങ്ങൾ നമ്മുടെ തീന്മേശയിൽ ഇടം പിടിച്ചിട്ട് ഏറെ നാളായല്ലേ. പലരുടെയും ഇഷ്ടഭക്ഷണമായി മന്തി മാറിയിട്ടുമുണ്ട്. മന്തിയിൽ തന്നെ ഒരു കിടിലൻ ഐറ്റമുണ്ട്, സുർബിയൻ മന്തി. അൽഫാം മന്തി കഴിക്കാനെത്തിയ പലരും സുർബിയൻ മന്തി വെറുതെ ഒന്ന് രുചിച്ചു നോക്കി. രുചിച്ചു നോക്കിയവരെല്ലാം സുർബിയൻ മന്തിയുടെ ആരാധകരായി മാറി. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ റൈസ് ആയിട്ട് വരുന്ന സുർബിയാൻ റൈസ്. ഇതും ഈ ബീഫ് റിബ്സും നമ്മുടെ ബീഫ് സ്റ്റോക്ക് ഗ്രേവിയും കൂടി കഴിക്കുന്നതാണ് ഇതിൻ്റെ ഒരു കോംബോ വരുന്നത്. നോർമൽ മന്തി റൈസ് നമ്മൾ ഗോൾഡൻ സെല്ല റൈസിലാണ് ചെയ്യുന്നത്, ഇത് വൈറ്റ് സെല്ല റൈസിലാണ് വരുന്നത്. അപ്പോൾ രണ്ടും തമ്മിൽ സോഫ്റ്റ്നെസ്സിൽ തന്നെ നല്ല വ്യത്യാസം വരും. രണ്ട് ടൈപ്പ് ഓഫ് ജോണർ ടേസ്റ്റാണ് വരുന്നത്. നോർമൽ മന്തി റൈസായിട്ട് ശരിക്കും ടേസ്റ്റ് ബെഡിൽ ഇതിലൊരു ബന്ധമില്ല, നല്ല വ്യത്യാസമുണ്ട്. അറബിക് വിഭവങ്ങളുടെ ആരാധകർക്ക് സുർബിയൻ മന്തി പുതിയൊരു രുചി തന്നെയാകും. ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 11 വരെ സുർബിയൻ മന്തിയും മറ്റ് വെറൈറ്റി അറബിക് വിഭവങ്ങളും ഫർസി അറബിക് കഫേയിൽ ഇടം പിടിക്കുന്നു. അപ്പോൾ സ്ഥിരം കഴിച്ച മന്തി റൈസിൽ നിന്നും ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം എന്ന നിലയ്ക്ക് സുർബിയാൻ റൈസിനെ കോട്ടയംകാരെ ഏറ്റെടുത്തെന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു കസ്റ്റമർ ഫീഡ്ബാക്കിൽ നിന്ന് മനസ്സിലായത്. നോർമൽ മന്തിയിൽ നിന്ന് സുറുബിയൻ മന്തി എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളുതിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.